ഹായ്, ഞാൻ അലിൻഡ. 2015 ഞാൻ BSc കെമിസ്ട്രി പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ കുറേ കോഴ്സുകൾ ഉണ്ടോയെന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് മെഡിക്കൽ കോഡിങ് കണ്ടത്. മുബിന മാമിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ട്. അപ്പോൾ എനിക്ക് തോന്നി മെഡിക്കൽ കോഡിങ് എനിക്ക് പറ്റിയൊരു ഫീൽഡാണെന്ന് തോന്നി. അങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്തു. ജൂണിൽ ക്ലാസ് തുടങ്ങി. ഓൺലൈനായിട്ടായിരുന്നു, ഓഫ്ലൈനായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓൺലൈനായിരുന്നു സൗകര്യം. സുരയ്യ മാമായിരുന്നു ഞങ്ങളുടെ മാം. സുരയ്യ മാം അനാട്ടമീനെ കുറിച്ചിട്ടും സീബിഡിനെ കുറിച്ചൊക്കെ നന്നായി ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നു. എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും മാം ക്ലിയർ ചെയ്ത് തന്നിരുന്നു. നല്ല കമ്പനിയായിരുന്നു സുരയ്യ മാം. കോഴ്സിനെ കുറിച്ച് ആദ്യമൊക്കെ CPT കോഡിങ്ങൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. അറിയാത്തൊരു ഫീൽഡല്ലായിരുന്നു. പിന്നെ മാം പഠിപ്പിച്ച് തന്നു. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് ഇങ്ങനെ നോട്ട്സിലൊക്കെ ചെയ്ത് അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ മോക്കുകളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെ 2022 വരെ എക്സാം ഓഫ്ലൈനായിരുന്നു. OMR എഴുതുന്നതായിരുന്നു. 2023 ഓൺലൈനായത്. അപ്പോൾ ആദ്യം കുറേ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം OMR എക്സാം ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഓൺലൈനാകുമ്പോൾ അങ്ങനെയൊന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വീണ്ടും മോക്സൊക്കെ കുറേ ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കഷനും ഒക്കെ സുരയ്യ മാമും മുബിന മാമൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നന്നായി എക്സാം എഴുതാനായിട്ട് ഒരു പ്രിപ്പയർ ആയിരുന്നു. ഞങ്ങൾ ഏപ്രിൽ മാസം 3 ഞാൻ CPC എക്സാം ഡേറ്റ് എടുത്തു എക്സാം എഴുതിയത്. ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടി. 78% പാസ്സാവാൻ പറ്റി. ഇൻഡസ്ട്രിയിലത്തെ മുബിന മാമിൻ്റെ സുരയ്യ മാമിൻ്റെ ഒക്കെ എല്ലാവരെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് എനിക്ക് പാസ്സാവാൻ പറ്റിയത്. അവരോട് ബിഗ് താങ്ക്സ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് സീത. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തത്. കോഴ്സിന് നമ്മൾ ചേരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആർട്സ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ സയൻസ് സബ്ജക്റ്റിൻ്റേതായ ടഫ്നെസ്സും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻഡെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മളെ HR കോൺടാക്ട് ചെയ്തു. സ്നേഹിച്ചിയായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഡ്യൂറേഷനും എല്ലാം നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ നമ്മൾ കോഴ്സിന് ഞാനൊരു ഫ്രണ്ടും കൂടിയിട്ടാണ് ജോയിൻ ആയത്. 3.5 മാസത്തെ ക്ലാസ് ആയിരുന്നു. ആദ്യത്തെ ഒരു മന്ത് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമുക്ക് എടുത്തത്. അനാട്ടമി നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് എടുത്തുന്നു. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കും. റിവിഷനും കാര്യങ്ങളൊക്കെ അന്നു നടന്നു പോകും. അന്ന് പഠിച്ചു പോവാന്നുള്ളൊരു പോളിസി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു മാസത്തെ ക്ലാസ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് മന്ത് ICD എന്നുള്ള സബ്ജക്റ്റിലേക്ക് കടന്നു. ICD ആണെങ്കിലും ഓരോ ദിവസം നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്ത് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സെക്ഷൻ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ICD ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. 3-ാമത്തെ മന്തായിരുന്നു CPT എന്നുള്ള സബ്ജക്റ്റിലേക്ക് കടന്നത്. അപ്പോൾ CPC എക്സാമിൻ്റെ മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമായിരുന്നു CPT. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധ കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തു തന്നിട്ടുള്ളത്. നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും മാം ഗ്രൂപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മളതിൽ ആൻസർ നമ്മൾ അറ്റൻഡ് ചെയ്ത് പേഴ്സണലായിട്ട് തന്നെ മാമിന് അയച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ റിവിഷൻ അവിടെയും നടന്നു പോകായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസിന് ഡൗട്ട് ചോദിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കുമ്പോൾ മാം അപ്പം ഉള്ളത് ക്ലിയർ ആക്കി പോകായിരുന്നു. അങ്ങനെ നമ്മൾ 3.5 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ മോക്ക് പ്രൊവൈഡ് ചെയ്തു. 10 മോക്ക് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഓരോ മോക്ക് കഴിയുമ്പോഴും അതിൽ സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് സെക്ഷനും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് സെക്ഷനിൽ സ്റ്റുഡൻസിന് വന്ന ഡൗട്ടുകൾ ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 10 മോക്കുകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാം പ്രിപ്പറേഷനിലേക്ക് കടന്നത്. എക്സാം പ്രിപ്പറേഷനിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു എക്സാം പ്രിപ്പറേഷൻ ഗ്രൂപ്പ് അവിടെ അതിലേക്ക് ജോയിൻ ആക്കി അതിൽ തന്നെ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്തു. എക്സ്ട്രാ മോക്കുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അതിനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ നല്ലൊരു എക്സാം പ്രിപ്പറേഷൻ ആയിരുന്നു. കുറേ മെറ്റീരിയൽസ് ആണെങ്കിലും അത്യാവശ്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3.5 മാസത്തെ കോഴ്സും സ്പെഷ്യൽ എക്സാം പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടാണ് ഞാൻ CPC എക്സാം അറ്റൻഡ് ചെയ്തത്.
APC എക്സാം അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സാം ക്ലിയർ ചെയ്തു. എക്സാം ഞാൻ ക്രാക്ക് ചെയ്തു. അങ്ങനെ ഒരു ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ടായത്. നല്ലൊരു റിവിഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു.